ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പം ഞാനൊരു 3/4 കിലോ ചിക്കൻ ഉണ്ട് കേട്ടാ. അത് നല്ലോണം കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് മറ്റേ എന്ത് സാധനങ്ങളൊക്കെ ചേർത്തിട്ടൊന്ന് പുരട്ടി വെക്കാനുണ്ടല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സ്പൂണ് തൈരാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുത്തത്. കട്ട തൈരാണ്, അധികം പുളിയൊന്നുമില്ല. അത് കൂടെ ഞാൻ 1 സ്പൂണ് മുളക് പൊടി ചേർത്തു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ചോറിലൊക്കെ ഉപ്പ് ചേർത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ 1 സ്പൂണ് ഗരം മസാല, പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, ഇത്രയും ചേർത്തി. അപ്പോൾ നമുക്കൊന്ന് പുരട്ടി നല്ലോണം കുറച്ച് നേരം വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് വെക്കാം. നല്ലോണം കൈകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലോണം പുരട്ടി ഒരു ഭാഗത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. വേണമെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം ഞാനിവിടെ 2 പാത്രം അരിയാണ് എടുത്തത് കേട്ടോ. അരിയുടെ പേരറിയില്ല, അപ്പോൾ നല്ല അരി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾക്ക് കഴുകി കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ ഇഡലിച്ചെമ്പിലാണ് കേട്ടോ ചോറ് വേവിക്കുന്നത്. ഇതിൽ തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതും. അപ്പോൾ ഒരു 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 2 കഷ്ണം പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതും കൂടെ ചേർത്ത് കൊടുത്ത്. 2 ഏലക്ക അതും കൂടെ ചേർത്തു. പിന്നെ ഒരു ഇതുണ്ടല്ലോ ബിരിയാണീൻ്റെ ഇല, അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കറാമ്പൂ ഒരു 4 എണ്ണം, 2 കുരുമുളകും വെട്ടിക്കണതിൽ. അപ്പം അരി വെള്ളം നല്ലോണം തിളച്ച് വറ്റേട്ടാ. എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു. നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കണ്ടേ, അതിന് വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം. വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഉള്ളി 2 സവാള ഞാൻ ചെറുതാക്കി നൈസായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ അത് വറക്കുന്നത്. അപ്പം അതൊന്ന് നല്ലോണം ആയി വരട്ടെ കേട്ടോ. നമ്മുടെ വെള്ളം അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്ന ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ആയി വരട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ചോറിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഇതാ ഞാൻ അരി ഇട്ട് കൊടുത്തേ. അരി ഇടണ ഞാൻ കാണിച്ചില്ല. അപ്പോൾ നമുക്കൊന്നുകൂടെ തിളയ്ക്കുമ്പോൾ നമുക്ക് ആ ഇതിലുള്ള പട്ടയും ഇലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ അതിലേക്കും കൂടെ കുറച്ച് ചെറുനാരങ്ങ ഒഴിച്ചു കൊടുത്തു കേട്ടോ. നല്ല ചോറ് വേവാതെ അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കിട്ടാം. അതും കൂടെ അപ്പോൾ ഒന്ന് തിളച്ച് ആയി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുക്കുകയാണ്. അധികം നേരം വെച്ചാൽ നമുക്കത് വല്ലാതെ കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ ഞാനങ്ങനെ 2 ബാച്ചും ഉള്ളി ഞാൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മുഴുവൻ എടുത്താളട്ടെ. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണ് വറക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പം അത് ഏകദേശം ആവുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഞാൻ കോരി മാറ്റി വെക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ഉള്ളി നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പം നമുക്കിങ്ങനെ കൈ കൊണ്ട് പൊടിച്ചാൽ പൊടിഞ്ഞ് വരും, ആ ഒരു രീതിയിലായിട്ടുണ്ട്. അപ്പം ഞാൻ ആ പാനിലത്തെ എണ്ണ കുറച്ച് മാറ്റി വെച്ചു കേട്ടോ. എണ്ണ അധികം ഉണ്ടായിരുന്നു. അതിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് ഞാനത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 പട്ട ഇട്ട് കൊടുത്തു കേട്ടോ. പട്ട 2 കറാമ്പൂവും നമ്മൾ ചോറിനിട്ട് അതേപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചല്ലേ ഇട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സവാളയാണ് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഒരു 2 സവാള ഇട്ട് ചെറുതാക്കി ഇതേപോലെ നൈസായി മുറിച്ചതാണ്, അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത്. അത് നല്ലോണം വഴന്ന് വരണം കേട്ടോ. നല്ലോണം കളറൊക്കെ മാറി വരണം, എന്ന് വെച്ചാൽ കരിയരുത്. അത് ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ബാക്കിയുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ചേർത്തു. ഒരു 3 പച്ചമുളക്. ഞാൻ കുറച്ച് എരിവിലാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കൂടെ നല്ലോണം മൂത്ത് വന്നപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി മുളക് പൊടി ഇതൊക്കെ ചേർക്കണം. അപ്പോൾ കുറച്ച് മുളക് പൊടി 1 സ്പൂണ്, ചെറിയ സ്പൂണുകളാട്ടാ. മല്ലിപ്പൊടിയും ചേർത്തി അതൊന്ന് നല്ലോണം വഴന്ന് വന്നപ്പോൾ ഒരു 3 ചെറിയ തക്കാളിയാണ്
ചെറുതാക്കി മുറിച്ച് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി നമുക്ക് നല്ലോണം ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പം അതിന് ഞാൻ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ ഒക്കെ വെന്തിട്ടുണ്ട്. ഇതിനൊക്കെ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പം ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്തു കൂട്ടാം. നമ്മൾ ചോറിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിനെ കണക്കാക്കിയിട്ടാണ് ചേർത്തത്. അപ്പോൾ അതും കൂടെ നല്ലോണം ഒന്ന് ഇതായി വന്നപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 സ്പൂണ് ചിക്കൻ ഇതാണ് കേട്ടോ, ബിരിയാണി മസാലയാണ്. അപ്പം അതും കൂടെ ചേർത്തു. ഇനിയിപ്പോൾ നല്ലോണം ഇതൊന്ന് കൂട്ടി നമുക്ക് ഇതാക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിലൊക്കെ വെള്ളം ഇറങ്ങും, വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനത് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു കാര്യം മറന്നു കൂട്ടാം, മഞ്ഞൾപ്പൊടി ചേർത്തില്ല. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലോണം മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വേവിക്കാം. അത് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി ഏകദേശം ആയ ഇതുപോലെ ഉണ്ട്. ഒന്നും കൂടെ ഞാൻ ആ വറുത്ത് വെച്ചില്ലേ നമ്മൾ ഉള്ളി, അപ്പോൾ അതിൽ നിന്ന് ഒരു ലേശം പൊടിച്ചില്ല, ഞാൻ അങ്ങനെയാണ് ഇട്ട് കൊടുത്തത്. പൊടിക്കണമായിരുന്നു, ഞാൻ അത്ര ഓർത്തില്ല. അപ്പോൾ അതും കൂടെ ചേർത്ത് അങ്ങനെ അതായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഏകദേശം ആയി. അപ്പം നമ്മുടെ ഈ ഇഡലി ചെമ്പിലാണ് കേട്ടോ ഞാൻ ദം ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ ചോറ് ഊറ്റി വെച്ചത്. ആ ചോറും കൂടെ പകുതി വേവായിട്ടുള്ളൂ കേട്ടോ, മുഴുവൻ വെന്തിട്ടില്ല. അപ്പോൾ അതും കൂടെ ചേർത്തു. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ ഉള്ളി അത് ഫുള്ളായിട്ട് അതും ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരിക്കലൊരു കാര്യം കിട്ടിയില്ല, അപ്പം അതുകൊണ്ട് അത് ചേർത്തുന്നില്ല, മല്ലിയില. അത് മെയിനായിട്ട് വേണ്ട സാധനമാണ്. അപ്പം അത് കിട്ടാത്തതിനെ കൊണ്ട് അത് മാത്രം ഒരു കുറവായി തോന്നി. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് അതും കൂടെ ചേർത്തു. പിന്നെ ഞാൻ പാലിൽ ലേശം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മൂടി വെച്ച് അപ്പം ഞാൻ ഗ്യാസിൻ്റെ മേലേക്ക് നമ്മുടെ പഴയൊരു ഇതുണ്ട് ചപ്പാത്തിയൊക്കെ ചുടുന്ന, അത് ഞാൻ കമത്തി വെച്ച് കുറച്ച് നേരം നല്ലോണം ചൂടാക്കിയിട്ടാണ്. അതിന് ശേഷമാണ് നമ്മുടെ ഇഡലിച്ചെമ്പ് നമ്മുടെ ചോറ് ബിരിയാണി പാത്രം അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി മൂടി വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ്, തീ ഞാൻ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഒരു സിമ്മിൽ അല്ല ഗ്യാസ് ഓഫാക്കി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ തുറന്ന് നോക്കിയത്. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.